പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററി കോഡ് നമ്പർ 315 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 21ാമത്തെ ചാപ്റ്റർ ആണ്. നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി, ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ഈ ചാപ്റ്റർ 2 പാർട്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആൻസറാണ്. ഇനി ഇത് കൂടാതെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. പുതിയ സിലബസ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റ് എന്നെടുത്ത് എഴുതുക, ട്രൂ ഓർ ഫാൾസ്, മാച്ച് ദ ഫുഡ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിലും അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഗീവ് ആൻ അക്കൗണ്ട് ഓൺ ഹോം റൂൾ മൂവ്മെന്റ്, ഡിസ്കസ് റിസൾട്ട് ആണ്. എന്താണ് ഹോം റൂൾ മൂവ്മെന്റ്? ഹോം റൂൾ പ്രസ്ഥാനത്തെ കുറിച്ച് വിവരിക്കുക, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ബാലഗംഗാധര തിലകനും ആനി ബസന്റും എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത്. 1916 ഏപ്രിലിൽ പൂനെയിൽ വെച്ച് തിലകനും 1916 സെപ്റ്റംബറിൽ മദ്രാസിലുള്ള ഗോഖലെ ഹാളിൽ വെച്ച് ആനി ബസന്റും ഈ 2 ആളുകളും കൂടിയിട്ടാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം സ്വയം ഭരണം നടത്തുക എന്നാണ്. ഗവൺമെന്റ് തിലകനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. അവസാനം എല്ലാ മേഖലകളിലും ഇന്ത്യക്കാരുടെ സഹകരണം വർദ്ധിപ്പിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ അനുവദിക്കണമെന്ന് ബ്രിട്ടീഷ് ഭരണം ലക്ഷ്യമാക്കുന്നത് എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപനം വന്നതോടുകൂടി ആനി ബസന്റ് സമരം നിർത്തിവെച്ചു. എന്നാൽ തിലക് സമരം തുടർന്നു പോന്നു. ഇതിന്റെ ഫലങ്ങൾ എന്ന് വായിച്ചാൽ യുദ്ധകാലത്ത് ഇന്ത്യൻ ദേശീയതയെ സജീവമായി നിലനിർത്തിയതാണ്. 2 കോൺഗ്രസിന് പുതിയ കരുത്തും ഉണർവും നൽകി. 3 ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് സ്വദേശി ആൻഡ് ബോയ്കോട്ട് മൂവ്മെന്റ് ഓൺ ദി പീപ്പിൾ ഓഫ് ബംഗാൾ ആണ്. ബംഗാൾ ജനതയിൽ സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം എന്തായിരുന്നു? അതിന്റെ ആൻസർ, ഇന്ത്യൻ ജനങ്ങൾ നടപ്പിലാക്കിയ ബഹിഷ്കരണവും വിഭജന വിരുദ്ധ പ്രക്ഷോഭവും ഗവൺമെന്റിന്റെ മനോഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല. അതിന്റെ ഫലമായി ഉയർന്നു വന്നാണ് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ബംഗാളിൽ നഗര വ്യത്യാസമില്ലാതെ ഈ സമരം പടർന്നു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും കത്തിച്ചു കളയുകയും സ്വദേശി വസ്തുക്കൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ബഹിഷ്കരണ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ വിദേശ വളകൾ അണിയുന്നത് നിർത്തി. അലക്കുകാർ വിദേശ വസ്ത്രം അലക്കാൻ വിസമ്മതിച്ചു. പുരോഹിതന്മാർ വിദേശത്ത് നിന്ന് വരുന്ന പഞ്ചസാര ചേർത്ത പൂജാദ്രവ്യങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിച്ചു. വിദേശ വസ്ത്രങ്ങൾ പരസ്യമായി കത്തിക്കുന്ന ചടങ്ങുകൾ പലയിടത്തും സംഘടിപ്പിച്ചു. സ്കൂൾ, കോളേജ്, സർക്കാർ ഓഫീസ്, കോടതി എന്നിവ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ഉണ്ടായി. വിദേശ ഭരണത്തിനെതിരെ പൊരുതാനുള്ള ആത്മശക്തി വളർത്തിയെടുക്കാൻ സഹായിച്ചു എന്നാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സംഭാവന. ഇനി മൂന്നാമതാണ്, അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ് വാസ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച്ഡ്, വാട്ട് വർ ദ എയിം? നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു? ഇതിന്റെ ലക്ഷ്യം എന്താണ്? 1920 സെപ്റ്റംബറിൽ കൽക്കത്തയിൽ ചേർന്ന കോൺഗ്രസിന്റെ ഒരു പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ നിസ്സഹകരണ പരിപാടിക്ക് അംഗീകാരം നൽകി. ഗവൺമെന്റിനോടും അതിന്റെ പരിപാടികളോടും സഹകരിക്കാതിരിക്കുക എന്നാണ് രീതി. ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങൾ. സ്വദേശി പ്രചാരണം, ഐക്യചാരണം, ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തൽ,
മദ്യനിരോധനം, ചർക്ക, ഖാദി എന്നിവയുടെ പ്രചരണം എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ക്രിയാത്മക പരിപാടികൾ. നിസ്സഹകരണ പ്രസ്ഥാനം വിജയിപ്പിക്കാൻ ഒരു വോളണ്ടിയർ സേനയെ രൂപീകരിച്ചു. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ സമരാനുകൂലികൾ ആക്രമിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഫെബ്രുവരി 11 ഗാന്ധിജി ഇത് നിർത്തിവെച്ചത്. 4ാമത്തെ ചോദ്യമാണ് റൈറ്റ് എ നോട്ട് ഓൺ ചൗരി ചൗര ഇൻസിഡന്റ്. ചൗരി ചൗര സംഭവത്തെ കുറിച്ചൊരു കുറിപ്പ് എഴുതാണ്. ചൗരി ചൗരി സംഭവത്തിന്റെ പേരിലാണ് രാജ്യവ്യാപകമായി ശക്തി പ്രാപിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചത്. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര ഗ്രാമത്തിൽ 3000-ഓളം കർഷകർ പങ്കെടുത്ത സമാധാന ജാഥയ്ക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് വെടി ഉയർത്തിയത്. സംഭവത്തിന് കാരണമായത് കുപിതരായ ജനങ്ങൾ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീ വെച്ച് നശിപ്പിച്ചു. ഈ സംഭവത്തിൽ 22 പേർ പോലീസുകാർ കൊല്ലപ്പെട്ടു. അഹിംസാപരമായ ഒരു സമരത്തിന് ഇനിയും ജനങ്ങൾ സജ്ജരായില്ല എന്നാരോപിച്ചാണ് ഗാന്ധിജി ഈ പ്രസ്ഥാനം നിർത്തിവെച്ചത്. 5ാമത്തെ ഡിസ്കസ് ദി ബോയ്കോട്ട് ഓഫ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ബഹിഷ്കരണം ചർച്ച ചെയ്യാവുന്നതാണ്. ഇന്ത്യക്ക് വേണ്ടി പുതിയ ഭരണഘടനാ പരിഷ്കരണങ്ങൾക്കായി 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പുതിയ കമ്മീഷനെ നിയമിച്ചു. 7 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഈ കമ്മീഷന്റെ ചെയർമാൻ സർ ജോൺ സൈമൺ ആയിരുന്നു. ഒരു ഒറ്റ ഇന്ത്യക്കാരൻ പോലും അംഗമില്ലാതിരുന്ന ഈ കമ്മീഷൻ കോൺഗ്രസ്, ലീഗ്, ഹിന്ദു മഹാസഭ തുടങ്ങിയ പ്രധാന കക്ഷികളെല്ലാം ബഹിഷ്കരിച്ചു. 1927 കൂടിയ മദിരാശി സമ്മേളനം സൈമൺ കമ്മീഷനെ എല്ലാ തരത്തിലും എല്ലാ രൂപത്തിലും ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകി. എവിടെയെല്ലാം കമ്മീഷൻ പോയോ അവിടെയെല്ലാം സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ ജനകീയ പ്രക്ഷോഭത്തെ ഗവൺമെന്റ് ശക്തിയായി അടിച്ചമർത്തി. ലാലാ ലജ്പത് റായ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കന്മാരെ മൃഗീയമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. ഇത് വെക്കാതെ കമ്മീഷൻ 1930 റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകാര്യമായിരുന്നു. കമ്മീഷന്റെ മിക്ക നിർദ്ദേശങ്ങളും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെട്ടതായി. 6ാമത്തെ ചോദ്യം നോക്കുക. അനലൈസ് ദി ഫോർമുലേഷൻ ഓഫ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം വിശകലനം ചെയ്യുക. നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ തുടർന്ന് ജനങ്ങൾ പൊതുവെ നിരാശയിലായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവേശം തണുത്തു പോകാതിരിക്കാൻ ചില നേതാക്കന്മാർ പുതിയ ചില പദ്ധതികളുമായി മുന്നോട്ട് വന്നു. ഇതിന് നേതൃത്വം നൽകിയ CR ദാസും മോത്തിലാൽ നെഹ്റുമായിരുന്നു. 1922 ഗയ കോൺഗ്രസ് അധ്യക്ഷനായ CR കൗൺസിൽ പ്രവേശനത്തിന് വേണ്ടി ശക്തമായി വാദിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. തുടർന്ന് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും മോത്തിലാൽ നെഹ്റു, വിത്തൽ ഭായ് പട്ടേൽ, മാളവിയെ എന്നിവരോടൊപ്പം ചേർന്ന് കോൺഗ്രസിനകത്ത് മറ്റൊരു പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തു. ഇതാണ് സ്വരാജ് പാർട്ടി. ഇതിലെ പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുമാണ്. ഈ 7ാമത്തെ ചോദ്യം. 1947 was a year of triumphs as well as a great tragedy comedy. അതായത് 1947 വിജയത്തിന്റെയും അതേസമയം ദുരന്തത്തിന്റെയും വർഷമായിരുന്നു. കാരണം എന്തായിരുന്നു? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചു. സ്വാതന്ത്ര്യം പ്രാപി ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ ഒരു വസ്തുതയായിരുന്നു. ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നേടിയ വിജയമായിരുന്നു ഇത്. പക്ഷേ ഇതൊരു അത്യന്തികമായ വിജയമായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ തന്നെ ഇന്ത്യൻ സാമ്രാജ്യം വിഭജിക്കപ്പെട്ട് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാഷ്ട്രങ്ങളായി മാറി. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നും ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ തകർക്കാനാണ് ശ്രമിച്ചിരുന്നത്. അതുപോലെ അവർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 2ആയി വിഭജിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ വിഭജനം വലിയ തോതിലുള്ള വർഗീയ പ്രശ്നങ്ങൾക്ക് ഇട നൽകി. അതിനാൽ 1947 ഇന്ത്യയെ സംബന്ധിച്ച് ഒരേ സമയം വിജയത്തിന്റെയും ദുരിതത്തിന്റെയും വർഷമായിരുന്നു. ഈ 8ാമത്തെ ചോദ്യം. വാട്ട് വേർ ദ ടേംസ് ഓഫ് ഗാന്ധി ഇർവിൻ പാക്ട്. ഗാന്ധി ഇർവിൻ കരാറുകളുടെ വ്യവസ്ഥകൾ എന്തായിരുന്നു? ഗാന്ധിജിയും ബ്രിട്ടീഷ് വൈസ്രോയി ഇർവിൻ പ്രഭുവും 1931 മാർച്ച് 5 ഈ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ തടയുന്ന ബ്രിട്ടീഷ് ഉത്തരവുകൾ തടയുക, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ പങ്കെടുത്തതിന്റെ പേരിൽ അറസ്റ്റിലായവരെ വിട്ടയക്കുക, ഉപ്പിന്റെ മേലുള്ള നികുതി പിൻവലിക്കുക എന്നായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ. 9ാമത്തെ ചോദ്യം. മെൻഷൻ ദി ഇഷ്യൂസ് ഓഫ് കൺസേൺസ് ഓഫ് ഏർലി കോൺഗ്രസ് ആണ്. ആദ്യകാല കോൺഗ്രസിന്റെ പരിഗണനകളെ സൂചിപ്പിക്കുക.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കപ്പെട്ടു. പ്രാഥമിക ഘട്ടത്തിൽ കോൺഗ്രസ് പരിഗണനക്കെടുത്ത കാര്യങ്ങൾ താഴെ പറയുന്നതാണ്. 1. കോട്ട കയറ്റുമതി നികുതികൾ ഇന്ത്യക്ക് അനുകൂലമാക്കുക. 2. ഗവൺമെന്റ് സർവീസുകൾ ഭാരതവൽക്കരിക്കുക. 3. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അഫ്ഗാൻ നയത്തോട് എതിർപ്പ്. 4. വെർണാക്കുലർ പ്രസ് നിയമവും പ്രസിന്റെ മേലുള്ള നിയന്ത്രണം എതിർക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുഴുവനായുമാണ് പ്രതിനിധീകരിച്ചത്. ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്താൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ മറ്റു ചില പരിഗണനകളായിരുന്നു സിവിൽ സർവീസിനെ ഭാരതീയവൽക്കരിക്കുകയും ഇന്ത്യയിലെയും ഇംഗ്ലണ്ടിലെയും ഒരേപോലെ സിവിൽ സർവീസ് പരീക്ഷ നടത്തുകയും ചെയ്യുക. ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന വന നിയമങ്ങളിൽ മാറ്റം വരുത്തുക. ലാസ്റ്റ് ചോദ്യമാണ് റൈറ്റ് നോട്ട് റൗലറ്റ് സത്യാഗ്രഹ. റൗലറ്റ് സത്യാഗ്രഹത്തെ കുറിച്ച് വിവരിക്കാനാണ്. 1919 മാർച്ചിൽ ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനമാണ് റൗലറ്റ് സത്യാഗ്രഹം. ഈ ആക്ട് അനുസരിച്ച് ഗവൺമെന്റിന് വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാൻ സാധിക്കുമെന്നായിരുന്നു നിയമം. ഇതിലെ ഗാന്ധിജി എതിർത്തു. ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന രീതിയിൽ ഇത് വിജയമായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതോടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസർ തീർന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് ഇപ്പൊ നമ്മൾ എടുത്തത് ഗൈഡ് വെച്ചിട്ടാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ SSLC +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.